പ്രസാദമൊക്കെ കിട്ടിയിട്ടുണ്ടേ. എന്താ കാണിച്ചു തരാം കേട്ടോ. ഹലോ, ഇന്ന് ഞായറാഴ്ചയാണ്. ഇന്ന് അമ്പലത്തിൽ പോവുകയാണ്. കുറേ നാളായി കേട്ടോ അമ്പലത്തിൽ പോയിട്ട്. ഞാൻ മാത്രമാണ് പോകുന്നത്. കിച്ചു വരുന്നില്ല. കിച്ചുവിന് ഭയങ്കര മടിയാണ് അമ്പലത്തിൽ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് പൗഡറൊക്കെ ഇട്ട് രാവിലെ ഒരുങ്ങുവാണ്. കുറച്ച് പൗഡറേ ഇടത്തുള്ളൂ കേട്ടോ. പൗഡർ ഒരു പൊട്ടും ഇത്രയും വയ്ക്കത്തുള്ളൂ, സ്റ്റിക്കർ പൊട്ട്. അപ്പോൾ ഇനി നമുക്ക് പോകുന്ന വഴിക്ക് അവിടെയുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. പൗഡർ കൂടി പോയി തോന്നുന്നു. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശരിയായിക്കോട്ടെ. അപ്പം നമുക്ക് കാണാം കേട്ടോ. ഒരുങ്ങി അങ്ങനെ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പോൾ ഇനി പോകുന്ന വഴിക്ക് ഞാൻ എല്ലാ സംഭവങ്ങളും കാണിച്ചു തരാവേ. അങ്ങനെ നമ്മൾ നടന്നു പോകുന്ന സ്ഥലം. ഇവിടെ വലിയ ആളൊന്നുമില്ല, ആൾത്തിരക്ക് വേറൊന്നുമില്ല. ഒരു ചാലുണ്ട് ഇവിടെ. അത് ചാല് നിങ്ങൾക്ക് കാണാൻ പറ്റണുണ്ടോ എന്തോ. അവിടെ ഒരു ചാലുണ്ട്. അപ്പോൾ ഇവിടെ വലിയ ആളൊന്നുമില്ല. എനിക്കിവിടെ ആരെയും അറിയത്തില്ലെന്നല്ല, കാണുമ്പോൾ അറിയാം, അല്ലാതെ ആരുമായിട്ട് വലിയ പരിചയമൊന്നുമില്ല. അപ്പോൾ നമ്മളിങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ ഇനി കുറേ ദൂരം എത്തുമ്പോഴാണ് ക്ഷേത്രം. അഴകിക്കോണം ഭദ്രകാളി ക്ഷേത്രമാണ്. പിന്നെ ഞാൻ രാവിലെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അത് അതിന് പിന്നെ വന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. ഫുഡ് കഴിക്കാൻ നിന്നാൽ നേരെ ഒരുപാടാവും. ഇപ്പോൾ തന്നെ 10 മണിയായി. അപ്പോൾ നമ്മൾ ഇനി അമ്പലത്തിൻ്റെ അടുത്തൊക്കെ എത്തിയിട്ട് അവിടെ ഇതൊക്കെ ഉണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. നല്ല രസമുണ്ട് കണ്ടോ, കാണാൻ വേണ്ടിയിട്ട്. നല്ല ഭംഗിയൊക്കെ ഉണ്ട്. ഭംഗിയൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. പിന്നെ വലിയ വൃത്തിയൊന്നുമില്ല. നടന്നു പോകുന്നിടത്തെ വലിയ വൃത്തിയൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ നടന്നു പോവുകയാണ്. കുറച്ച് ദൂരേ ഉള്ളൂ. എങ്കിലും എനിക്ക് നടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കൂടുതൽ നടക്കുന്നതല്ല. അപ്പോൾ നടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇവിടെ അഴീക്കോണത്താണ് നമ്മുടെ ഇപ്രാവശ്യം തൂക്കമൊക്കെ ഉണ്ട്. മീനഭരണി തൂക്കമൊക്കെ ഉണ്ട്. പിന്നെ 5 വർഷത്തിലൊരിക്കൽ പിന്നെ നമ്മുടെ നിലത്തിപ്പോര് അങ്ങനെ എന്നൊക്കെ പറയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇപ്രാവശ്യം കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. ഇനി 5 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ. നമുക്ക് കാണാം. അങ്ങനെ കണ്ട് പോവാം നമുക്ക് സ്ഥലങ്ങളൊക്കെ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്ന് പോവാം കേട്ടോ. അങ്ങനെ വണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് സ്ഥലമൊന്നുമില്ല. ഞാൻ ഇങ്ങനെ നടന്നു വരാറില്ല കേട്ടോ. ഞാനാണെങ്കിൽ വണ്ടിയിലാണ് വരുന്നത്. ഇവിടെയാണെങ്കിൽ വേറെ ഒരു വണ്ടി വന്നാലാണെങ്കിൽ വേറെ വണ്ടിക്ക് പോകാൻ സ്ഥലമില്ല. അങ്ങനെ ചെറിയൊരു റോഡാണ് കേട്ടോ. ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ എന്നെ അറിയാം, പക്ഷേ വലിയ പരിചയം എന്ന് പറയുന്നത് അങ്ങനെ ഇല്ല. നല്ല രസമുണ്ട് ഇതിലേക്കൂടെ നടന്നു പോകാൻ വേണ്ടിയിട്ട്. ഇപ്പുറത്ത് ചാല് അങ്ങനെയൊക്കെ. ഇനി കുറച്ച് താഴെ ഇറങ്ങുമ്പോഴത്തേക്ക് അമ്പലക്കുളമാണ്. ഇതാ കാണുന്നതാണ് അമ്പലക്കുളം. അമ്പലക്കുളത്തിനെ പറ്റി പല ഐതിഹ്യങ്ങളും പറയുന്നുണ്ട്. ഇവിടെ ഒരു അമ്മുമ്മ പിന്നെ തുണി കഴുകാൻ വന്നപ്പോഴത്തേക്ക് അമ്മുമ്മ ഈ കുളത്തിൽ താഴ്ന്നു പോയി എന്നും അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ കാണാൻ നല്ല രസമാണ് കേട്ടോ. അങ്ങനെ എനിക്ക് പക്ഷേ ഇതിനെ പറ്റിയുള്ള ഐതിഹ്യങ്ങളൊന്നും അറിയില്ല. ഞാൻ വളർന്നതിന് ശേഷം, ഞാൻ ഇപ്പോഴാണ് ഇവിടെ വലുതായതിന് ശേഷം ഞാൻ ഇപ്പോഴാണ് ഇവിടെ വരുന്നത്. കുഞ്ഞിലെ അച്ഛൻ്റെ കൂടെ ഇവിടെ തൂക്കത്തിനൊക്കെ വരാറുണ്ട്. അച്ഛൻ ഇവിടെ കമ്മിറ്റിയിലെ ഒരാളായിരുന്നു. അങ്ങനെ ഇവിടെ വരാറുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരു മാമനാണെങ്കിൽ അമ്പലത്തിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവിടെ വിൽക്കുവാണേ. അപ്പോൾ എനിക്ക് 2 ചരട് വാങ്ങിക്കണമായിരുന്നു. എനിക്കൊരു ചരട്, കിച്ചുവിനൊരു ചരട്, അങ്ങനെ 2 എണ്ണം വാങ്ങിക്കണമായിരുന്നു. ഇവിടെ നെയ്യ്, എണ്ണ, തിരി, പിന്നെ തേങ്ങ ഇതൊക്കെ ഉണ്ട്. കുങ്കുമം, ദേവിക്കുള്ള കുങ്കുമം ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് 2 ചരട് വേണം എന്ന് പറഞ്ഞു. ഏത് കളർ വേണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ചുമന്ന കളർ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനാണെങ്കിൽ 2 ചരട് വാങ്ങിച്ചു. 10 രൂപയെന്ന് പറഞ്ഞു. അപ്പോൾ 10 രൂപയും കൊടുത്തു. വീഡിയോ ഒക്കെ എടുക്കുന്നതിൽ കറക്റ്റായിട്ടുള്ള ഒരിതൊന്നും ഇല്ല കേട്ടോ. ഞാൻ തന്നെത്താനാണ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ അത് ഇവിടെ കൊണ്ടുവന്ന് അർച്ചന എഴുതി. എനിക്കും കിച്ചുവിനും വേണ്ടിയിട്ട് അർച്ചന എഴുതി, ചരട് പൂജിക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഞാൻ നിൽക്കുന്നത് താഴെയാണ്. മുകളിൽ കാണുന്നതാണ് അവിടെ ദുർഗാദേവിയാണ് ഇരിക്കുന്നത്. ആ സ്റ്റെപ്പ് കയറി പോകുമ്പോൾ ദുർഗാദേവിയാണ് ഇരിക്കുന്നത്. ഇവിടെ താഴെ ഇത് കാണുന്നത് നാഗര, അതാണ് അവിടെ കാണുന്നത്. പിന്നെ ഇവിടെ താഴെയാണെങ്കിൽ ഭദ്രകാളി ദേവിയെയും അനിയത്തി നീലകേശി ദേവി എന്ന് പറഞ്ഞിട്ട് അത് ഇവിടെയാണ് ഇരിക്കുന്നത് കേട്ടോ. അവരെയാണ് ഇരുത്തിയിരിക്കുന്നത്. പിന്നെ മഹാദേവനെ ഇവിടെ ഇരുത്തിയിട്ടുണ്ട്. പിന്നെ താഴെ അത് യക്ഷിയമ്മ അവരെയൊക്കെ ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചരടൊക്കെ പൂജിച്ചിട്ട് തൊഴുത് അങ്ങനെ തിരിച്ച് വീട്ടിലോട്ട് വരുവാണ്. ഞാനാണെങ്കിൽ വോയിസ് ഓവർ പിന്നെ കൊടുത്തതാണ്. കാരണം ഇതെന്ന് പറഞ്ഞാൽ അവിടെ പാട്ടിട്ടിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ കോപ്പിറൈറ്റ് കിട്ടിയാലോ. അങ്ങനെ നമ്മൾ പ്രസാദമൊക്കെ കയ്യിലൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ വരുവാണ്. പ്രസാദമൊക്കെ അവിടെ നിന്ന് കിട്ടിയ പ്രസാദമൊക്കെ കയ്യിലെടുത്ത് വരുവാണ്. അങ്ങനെ ഇനി വീട്ടിൽ പോയിട്ട് വേണം എനിക്ക് ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പ്രത്യേകിച്ച് കോവിലിൽ വരുമ്പോഴത്തേക്കാണെങ്കിലും ഞാൻ ഫുഡൊന്നും കഴിക്കാതെയാണ് വരുന്നത്.
വന്നിട്ട് പോയതിന് ശേഷമാണ് ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നത്. അങ്ങനെ കൂടുതലായിട്ട് അമ്പലത്തിൽ പോയിട്ട് വന്നതിന് ശേഷം അങ്ങനെ കൂടുതലായിട്ടൊന്നും കഴിക്കത്തില്ല. ലൈറ്റായിട്ട് എന്തെങ്കിലും പേരിന് വേണ്ടിയിട്ട് കഴിക്കും. അപ്പോൾ ഇനി വന്നിട്ട് വീട്ടിൽ വന്നിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ നടന്ന് ക്ഷീണിച്ച് തളർന്ന് എൻ്റെ കാലിൻ്റെ തൊലിയൊക്കെ അടർന്നു പോയി കേട്ടോ, ചെരുപ്പിട്ട് ഇങ്ങനെ നടക്കുന്നത് കൊണ്ട്. എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ നടക്കാറില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ.